നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. രാജ്യസുരക്ഷയുടെ പേരിൽ സോഷ്യൽ മീഡിയ കൂട്ടത്തോടെ നിരോധിച്ചതോടെ നേപ്പാളിൽ കൂറ്റൻ ജൻസി പ്രക്ഷോഭം. നിരവധി യുവാക്കളാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. 6 പേർ മരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സംഘർഷത്തിൽ 100ഓളം പേർക്ക് പരിക്കേറ്റു. ഇതേ തുടർന്ന് കാണ്ഡുവിൽ കർഫ്യൂ ഏർപ്പെടുത്തി. കാണ്ഡുവിൽ ബാരിക്കേഡുകൾ മറികടന്ന് 10,000-കണക്കിന് പ്രതിഷേധക്കാർ പാർലമെന്റ് വളഞ്ഞതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. കാണ്ഡുവിൽ അടക്കം പ്രധാന നഗരങ്ങളിൽ ജനജീവിതം സ്തംഭിച്ചു. അഴിമതിയും ദുർഭരണവും മൂടിവെക്കാനാണ് സോഷ്യൽ മീഡിയ നിരോധനമെന്നാണ് ചെറുപ്പക്കാർ പറയുന്നത്. പലയിടത്തും ലാത്തി ചാർജ് വെടിവെപ്പ് നടന്നു. വെടിവെപ്പിലാണ് മരണം. അതേസമയം സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നേപ്പാൾ സർക്കാർ അടിയന്തര യോഗം വിളിച്ചു. യുവാക്കളുടെ പ്രക്ഷോഭം നേരിടാൻ പട്ടാളത്തെ ഇറക്കാനുള്ള തീരുമാനത്തിലാണ് സർക്കാർ. പ്രധാന നഗരങ്ങളിൽ സൈന്യത്തെ ഇറക്കിയിട്ടുണ്ട്. രാജ്യത്ത് രജിസ്റ്റർ ചെയ്യാത്ത 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ സർക്കാർ നിരോധിച്ചതിന് പിന്നാലെ ഫേസ്ബുക്ക്, യൂട്യൂബ്, എക്സ് തുടങ്ങിയ നിരവധി സാമൂഹ്യ മാധ്യമങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ നേപ്പാളിൽ ലഭ്യമാക്കിയതായി. ഇതിന് പിന്നാലെയാണ് യുവാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്.